എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുറേ നാളായി വീഡിയോ ഒന്നും ചെയ്യാത്ത 5-6 മാസമെല്ലായി വീഡിയോ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ഒന്നാമത് നമുക്ക് നോൻപെല്ലാം തുടങ്ങിയിന്, അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴേ ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ നമ്മളെ ഒരു ചെറിയൊരു കറി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ചില്ലി ചിക്കനാ പോലെയാണ്, പക്ഷെ ചില്ലി ചിക്കൻ അല്ല, അതിലും കുറച്ച് വെറൈറ്റി ആയിട്ട് ഉള്ളൊരിതാണ്. ഇപ്പം ഇനിയിപ്പോൾ ഈസ്റ്റർ സമയമല്ലേ, അന്നേരം ആർക്കെങ്കിലും ഇങ്ങനെ ഒന്ന് ആക്കി നോക്കണം എന്ന് വിചാരിച്ചാൽ ചെയ്യാൻ കഴിയുന്നൊരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു 1.5 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി പൊരിച്ച് വെച്ചതാണ്. ഇത് ഹാഫ് വേവിലാണ്, അങ്ങനെ ഫുൾ വേവല്ല, ഹാഫ് വേവിലാക്കിയിട്ട് പൊരിച്ച് വെച്ചിട്ടുണ്ട്. ലേശം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് അത് ചേർത്തിട്ടാണ് പൊരിച്ചത്. ഓക്കെ, ഇനി അതിലേക്ക് ഞാനിപ്പോൾ എടുത്തത് ഒരു 2 വലിയ സവാള, പച്ചമുളക്, 3 തക്കാളി. അപ്പോൾ ഇത് നമുക്ക് ഇനി ഒന്ന് വഴറ്റിയെടുക്കാം. ചിക്കൻ പൊരിച്ച എണ്ണയാണ്, ആ എണ്ണ വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ല. അതിലേക്ക് നമ്മൾ സവാള ഇട്ട് കൊടുത്ത്, പച്ചമുളക് ഇട്ട് കൊടുത്ത്, അതേപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3-4 അല്ലി വെളുത്തുള്ളി അത് ഇട്ട് കൊടുത്ത്, അപ്പോൾ അതൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. ലേശം ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് നമ്മൾ ചിക്കൻ പൊരിക്കുമ്പോൾ ജസ്റ്റ് കുറച്ച് ലേശം ഒരു ഉപ്പിട്ടിട്ടുണ്ട്. എന്നാലും നമുക്ക് ഇതിലേക്ക് മസാലകളിലേക്ക് എന്തായാലും ഉപ്പ് വേണമല്ലോ, ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് മൂടി വെച്ച് ഇതിനെ വേവിച്ചെടുക്കാം, ഉള്ളിയും തക്കാളി. നമ്മളെ ഉള്ളിയെല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം വഴന്ന് വന്നു. ഇനി നമുക്ക് അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത്, കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത്, വറുത്തിട്ടൊന്നും ചേട്ടാ നമ്മൾ വറുത്ത് വെക്കുന്നതല്ല ഇത്. അതുപോലെ ആവശ്യത്തിന് മുളക് പൊടി, ഇതിന് ശേഷം കുരുമുളക് പൊടി ഇപ്പം തൽക്കാലം ഒരു കുറച്ചിട്ട് കൊടുത്ത്, എരിവ് നോക്കി, എരിവ് കുറവാണെങ്കിൽ നിങ്ങളെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ഇടാം. കുറച്ച് ഗരം മസാല കേട്ടോ, ഗരം മസാലയും കുറച്ചിട്ട് കൊടുത്ത്, ഇത് കഴിക്കണം. കുറച്ച് കറിവേപ്പില, മസാലയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഈ ചിക്കൻ ഇതിലേക്ക് തട്ടാം.
കഴിക്കണ്ട കേട്ടോ. ഇത് ചില്ലി ചിക്കനല്ല, ചിക്കൻ ഒലത്തി എന്നും പറയാം. ചില്ലി ചിക്കന് ഞാൻ പിന്നെ ചില്ലി ചിക്കൻ്റെ വേറൊരു ഐറ്റംസ് എന്നേ പറഞ്ഞുള്ളൂ കേട്ടോ. ചില്ലി ചിക്കൻ അല്ല, പിന്നെ ചിക്കൻ ഒലത്തിയത്. അപ്പോൾ ഇത് ചപ്പാത്തി, പൊറോട്ട. നിങ്ങൾക്ക് ഇതിന് ചാറ് വേണമെങ്കിൽ തേങ്ങാപ്പാൽ പിന്നെ ഒഴിച്ചിട്ട് ചാറും ആക്കാം വേണമെന്നുണ്ടെങ്കിൽ. പക്ഷെ ഇങ്ങനെ കഴിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പം എനിക്കിപ്പോൾ നോൻപായതുകൊണ്ട് ഞാൻ തിന്നുന്നില്ല കേട്ടോ. തന്നെ ഞാനിപ്പം ഒരു അച്ചാറിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. അച്ചാറെന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള നാരങ്ങ, മാങ്ങ, പിന്നെ വെളുത്തുള്ളി, പിന്നെ മുന്തിരി, ഇങ്ങനെ 4 ഐറ്റംസ് അച്ചാർ ഇപ്പം ഞാൻ കുറച്ച് 2-3 ദിവസമായി ഇട്ടിട്ട്. അപ്പോൾ പിന്നെ ഇനി ചെമ്മീനും ബീഫും പിന്നെ കല്ലുമ്മക്കായി ഇതെല്ലാം ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ ഇടുള്ളൂ. അതിന് ഓർഡർ ഉണ്ടെങ്കിൽ അത് ഞാൻ ഇട്ടിട്ട് തരും. ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ പറയാം. പിന്നെ അതേപോലെ തന്നെ ഇപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, പിന്നെ എന്നെ കേൾക്കുന്ന ആൾ, എൻ്റെ വീഡിയോ കാണുന്നവർ, ഇപ്പം ഞാൻ ആദ്യം ഈ വീഡിയോ ഇട്ടേരം ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു. ഞാനിങ്ങനെ പ്രസവിച്ചവരെ കുളിപ്പിക്കാനെല്ലാം പോകുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ കൂടി ആരും എന്നെ വിളിച്ചിട്ടൊന്നുമില്ല. നേരിട്ട് ഇങ്ങനെ ഓരോരാൾ ഇത് കേൾക്കാണ്ട് തന്നെ ഇങ്ങനെ പരിചയക്കാർ പറഞ്ഞു കൊടുത്തിട്ട് കേട്ടതല്ലാതെ ഈ ഫോൺ നമ്പർ പിന്നെ കൊടുത്തിട്ടും ആരും അങ്ങനെ വിളിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ആരായാലും പിന്നെ ആയുർവേദം തേടി പോകുന്നുണ്ട്. ഓരോരാളിപ്പോൾ ആയുർവേദ ആശുപത്രി തുടങ്ങിയിട്ടുണ്ട്. ചില ആൾ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് വീട്ടിൽ തന്നെ വന്നിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് കുളിപ്പിക്കാൻ പോയായിരുന്നു. അപ്പോൾ അവിടെ ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് പറഞ്ഞിട്ട് അവർ ഒരാഴ്ചത്തേക്കൊരു ആളെ ആക്കി. പക്ഷെ എൻ്റെ അഭിപ്രായം പറയാമെന്ന് വെച്ചാൽ ആ ആയുർവേദ ട്രീറ്റ്മെൻറ്റിനെക്കാളും നല്ലത് നമ്മൾ പിന്നെ ഉഴിഞ്ഞു കുളിപ്പിക്കുന്നത് ഏറ്റവും ബെറ്ററാണ്. കാരണം കുട്ടീനെ ആയാലും ശരി, പ്രസവിച്ച പെണ്ണിനെ ആയാലും ശരി. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്നത് അതേ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് പോലെ തന്നെയാണ്. കാരണം പിന്നെ ഇനി കുഴമ്പായാലും ഇനി അതിൻ്റെ കൂടെ ചേർക്കേണ്ട കുഴമ്പായാലും എല്ലാം ഞാൻ തന്നെ അവരെ കൊണ്ട് മേടിപ്പിച്ച് ഇപ്പം ഞാൻ ചെയ്തു വരുന്നത് ആയുർവേദം പോലെ തന്നെ ചെയ്തു വരുന്നുണ്ട്. പക്ഷെ ആയുർവേദം ചെയ്യലെന്ന് പറഞ്ഞാൽ വെറും ഉഴിയരി മാത്രമാണ്, കുളി കുറവാണ്. നമ്മൾ ഏറ്റവും ബെറ്ററായിട്ട് നമ്മൾ പിന്നെ കുളിപ്പിക്കേണ്ടത് പോലെ അവർ ചെയ്യുന്നില്ല. അപ്പം അത് ഞാൻ കണ്ട് അനുഭവത്തിലായതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നതാണ്. ആവശ്യക്കാരാരാന്ന് വെച്ചാൽ എന്നെ കേൾക്കുന്ന എല്ലാവരും പിന്നെ എന്നിട്ട് വിളിക്കുക. എൻ്റെ നമ്പർ 86 06 23 57 70. അപ്പോൾ ഈ നമ്പറിൽ വിളിക്കുക. അച്ചാറിന് വേണമെങ്കിൽ പറയാം, ഈ പ്രസവത്തിൻ്റെ പിന്നെ ട്രീറ്റ്മെൻറ്റിന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ചോദിക്കും നമ്മൾ ഡോക്ടറല്ല, പക്ഷേ ഞങ്ങൾ ചെയ്യുന്നതിനേക്കാളും എത്രയോ കഷ്ടമാണ് അവർ ചെയ്യുന്നത്. അവർ ഒന്നും അറിയാണ്ട് ചെയ്യുന്നവരാണ്. നമ്മളെന്ന് പറഞ്ഞാൽ 10-17 വർഷത്തെ പരിചയമുണ്ട് നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക, ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, ബൈ.